ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. നമ്മൾ ചായ തിളപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചായ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉള്ളിൽ നല്ല ചീസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡിലുള്ള ഈ ഒരു ബ്രൗൺ പോർഷൻസ് അത്രയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് ബ്രെഡ് പൊടിച്ചെടുക്കാനായിട്ട് ആവശ്യം വരും. ആ ഒരു സമയം നമ്മൾ പൊടിച്ചെടുക്കുന്ന ബ്രെഡിൻ്റെ കൂടെ ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പോർഷൻ കൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രെഡ് 2ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ബ്രെഡും 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട് എടുക്കുന്ന ബൗൾ കുറച്ചൊന്ന് പരന്ന ബൗൾ വേണം എടുക്കാനായിട്ട്. കാരണം നമ്മൾ ഈ ബ്രെഡ് ഈ ഒരു മുട്ടയിലൊന്ന് മുക്കിയെടുക്കും. അപ്പോൾ അതിന് പറ്റുന്ന ബൗൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഒരു 2 എടുത്തതിന് ശേഷം ഒരെണ്ണത്തിന് മുകളിലായിട്ട് ഒരു ചീസ് സ്ലൈസ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ സൈസിലുള്ള ചീസ് സ്ലൈസ് 3ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അതിലൊരു പീസാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് രണ്ടാമത്തെ ബ്രെഡ് നമുക്കൊന്ന് വെച്ചൊന്ന് ചേർത്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയും പിന്നെ ബ്രെഡ് പൊടിയുമാണ്. ഞാൻ 4 ബ്രെഡും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷനും കൂടി ഒന്ന് ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ചീസ് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് പീസ് നമുക്ക് ഈ മുട്ടയിലൊന്ന് മുക്കി എടുക്കാം. എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് മുട്ട പിടിച്ച് വരണം. ആ ഒരു രീതിക്കൊന്ന് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഒരുപാട് സമയം നമ്മൾ മുട്ടയിൽ മുക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. അതുകൊണ്ട് ചെറുതായിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുത്താൽ മതിയാവും. എല്ലാ ഭാഗത്തും മുട്ടയൊന്ന് ആയി വരണം. ആ ഒരു രീതിക്കൊന്ന് മുക്കിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസിലും ചീസ് വെച്ചിട്ട് മുട്ടയിലൊന്ന് മുക്കി ഈ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് നമുക്ക് ഓരോന്നായിട്ടൊന്ന് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ മുങ്ങി നിന്ന് പൊരിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ പകുതി ഭാഗം ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഓരോ സൈഡും ഓരോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. നമുക്ക് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് വന്നോളും. അതുപോലെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ പുറം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓരോ സൈഡും ഓരോ മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.